ഓല് സ്റ്റാർട്ട് ചെയ്തോളൂ, നമുക്ക് ഇങ്ങനെ സംസാരിച്ച് പോവാം. ഈ 10 വരെ എവിടെ പഠിച്ചേ? ഞാൻ അൽഹുദ ഇംഗ്ലീഷ് സ്കൂൾ. എവിടെയാണ് അത് നമ്മുടെ നറുകര പട്ടണം. എങ്ങനെയുണ്ടായിരുന്നു? ഉഷാറായിരുന്നു. സ്കൂൾ ലൈഫ് എനിക്ക് അത്ര ഒരു ഉഷാറല്ലായിരുന്നു. എന്തേ? ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അന്ന് ഇപ്പോൾ മീൻസ് ഞാൻ അത്ര ഒരു പഠിപ്പിൽ അത്ര ഒരു നല്ലൊരു ഇതൊന്നല്ല. പക്ഷെ എന്നാൽ കൂടിയും ഇപ്പോൾ ഞാൻ കുറച്ച് വികൃതിയൊക്കെയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഞാൻ പഠിക്കുന്ന സ്കൂൾ കാലത്ത് ഞാൻ വികൃതി കാട്ടാതെ പോലും എന്നെ എല്ലാ ഇതിലും എന്നെ കുറേ ഞാൻ ചെയ്യാത്ത കാര്യത്തിൽ എന്നെ കുറേ കേസിലൊക്കെ എന്നെ ഇൻവോൾവ് ആകും. അതായത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നോട്ട് ചെയ്യും. അതെ, ഇനി ഉണ്ടാവുകയില്ലേ? ഞാൻ ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. ഭയങ്കര വിഷമല്ലത്? അതല്ല വിഷമമാണ്. എനിക്ക് സ്കൂൾ ലൈഫിൽ അങ്ങനെ 1-2-3 അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ ഞാൻ ചെറിയൊരു സിമ്പിൾ കഥ പറയാം. ഇപ്പോൾ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരു കോമഡി ആയിരിക്കും, പക്ഷേ അത് അനുഭവിച്ചവർക്ക് അതൊരു കോമഡി ആവില്ല. കാരണം ഞാൻ പണ്ട് സ്കൂളൊക്കെ പഠിച്ച സമയത്ത് ഇപ്പോൾ ഒരു സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു മൂച്ചയുണ്ട്. അപ്പോൾ മൂച്ചിമ്മക്ക് ഞങ്ങളിപ്പോൾ ആകെ 11 ബോയ്സാണ് ക്ലാസ്സിലുള്ളത്. 11 ബോയ്സ് ഒപ്പം പോവുക. പോണ സമയത്ത് മൂച്ചിമ്മ എല്ലാവരും മാങ്ങ എറിഞ്ഞു. അപ്പം ഞാനും മാങ്ങ കല്ലെറിഞ്ഞു. പിന്നെ എറിഞ്ഞുകാണ്ട് കൊണ്ടിട്ട് 2 മാങ്ങ ചാടി. അത് വരക്കെ തിന്നു, ഞാനും തിന്നു, എല്ലാവരും കൂടെ തിന്നു. എന്നിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ വന്ന സമയത്ത് ആരാ അങ്ങനെ മാങ്ങ കല്ലെറിഞ്ഞെന്നൊക്കെ വെച്ചു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആരാ കൊണ്ടത് വെച്ചു. അതിൽ പറഞ്ഞു അത് അബൻ്റെതാണ്, എൻ്റെതാണ്, ഞാനാണ്. എന്നാൽ കൊണ്ടത് മാത്രം എന്നിട്ട് ബാക്കി എല്ലാവരും പോയിക്കോളിയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇല്ല അങ്ങനല്ല, കൊണ്ടുവരും അതൊന്നും ബാക്കി എല്ലാവരും പോയിക്കോളി. അതുപോലെ എല്ലാവരും പുറത്തെടുത്തിട്ട് ഇന്നെ വെറുതെ 2 മിനിറ്റ് അടിച്ച്, നല്ല രീതിയിൽ അടിച്ച്. അപ്പോൾ ഞാൻ കരുതി എന്തിനാ പിന്നെ മാത്രം ഇങ്ങനെ ഇതുവാണെന്ന് കരുതി. പിന്നെ അതേപോലെ സ്കൂൾ ലൈഫിൽ വേറെ അനുഭവം ഉണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് മാത്സാണ്. അപ്പോൾ ഈ മാത്സ് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ സ്പീഡാണ്. മനസ്സിലാവൂലേ? എനിക്ക് പെട്ടെന്ന് ഒരു മീൻസ് ഇപ്പോൾ 12-13 അല്ലെങ്കിൽ 15-88 48-48 അങ്ങനെ കൂട്ട ഞാൻ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഒരു എനിക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് സബ്ജക്റ്റാണ് മാത്സ്. വേറെ സബ്ജക്റ്റൊന്നും എനിക്ക് വീക്കാണ്, പക്ഷെ മാത്സിൽ ഞാൻ ഭയങ്കര ഇതാണ്. പക്ഷേ അതേ സമയം 7th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 8th തൊട്ട് എനിക്കും നമ്മൾ ഇല്ല അത് പറയുന്നില്ല, എന്നാലും പറയാം, ഇഷ്ടമായതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് പേടി ഈ ഒരു ഇഷ്യൂ. പിന്നെ ഇതിൻ്റെ കുറേ സാറുമാരുടെ ഇഷ്യൂ ഒക്കെ ശേഷം എനിക്കിപ്പോൾ ചില ഉത്തരങ്ങൾക്ക് ഇപ്പോൾ അന്നൊരു അൾട്ടർനേറ്റ് ആയിട്ടുള്ള തോന്നുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൊല്യൂഷൻ എന്തൊക്കെ ഇതെങ്ങനെ കണ്ടുപിടിക്കാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതിൻ്റെ ഉത്തരം അറിയാം, പക്ഷെ ഞാനത് അറിയുമെന്ന് എന്തായില്ല. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇതാണ് അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉത്തരം കിട്ടിയപ്പോൾ ഇപ്പം പറഞ്ഞതാണ് പറഞ്ഞു. അന്ന് ആ സാറ് പറയാണ് എല്ലാം കോപ്പി അടിച്ചതേ കാരണം, അല്ലെങ്കിൽ അവിടെ നിന്ന് നോക്കിയതേ കാരണം. അതൊക്കെ ഭയങ്കര ഹേട്ടിങ്ങാണ്. കാരണം സ്കൂൾ ലൈഫിലൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുട്ടികളോട് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് അത് പറയാനുള്ളൊരു ഇത് പോകും. പിന്നെ അവൾക്ക് എന്താ പറയുക, ഇനി എന്തുണ്ടായാലും പിന്നെ അവൾ സൈലൻ്റ് ആവും. എൻ്റെ ലൈഫിൽ അത് പറ്റിയതാ. പിന്നെ അറിയുന്ന ഉത്തരങ്ങൾ ഉണ്ടെങ്കിലും പറയൂല. നമുക്ക് നമ്മുടെ ഇതിന് നമുക്കൊരു ഇത് പോകും, ഇത് ശരിയാണോ അല്ല, നമ്മൾ പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും പറ്റുമോ, നമ്മളെന്തെങ്കിലും തെറ്റുകാരാ വരുന്നിട്ട് നമ്മളത് ഇതാവില്ല. എനിക്കൊക്കെ സ്കൂൾ ലൈഫിൽ അൺഫോർഗറ്റബിൾ ആയിട്ട് കുറേ ബുള്ളി ചെയ്തിരുന്നു എന്നൊക്കെ ലൈക്ക് ആൾക്കാർ ഇല്ല. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ പ്രശ്നങ്ങൾ, ഇപ്പം എന്ത് പ്രശ്നങ്ങൾ. പിന്നെ അതേപോലെ എനിക്കൊരു മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു. ഞാൻ 1-2 മാസം സ്കൂളിൽ വന്നിട്ടില്ല. പിന്നെ 3ാമത്തെ ഞാൻ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് വന്ന് ക്ലാസ്സിലിരുന്ന് ഫസ്റ്റത്തെ കഴിഞ്ഞപ്പോൾ 2ാമത്തെ സബ്ജക്റ്റിന് വരിക. അത് സാറിനോട് പറയാണ് ഇതുവരെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, അടിപൊളി നല്ല കുട്ടികളാണ്, ഇനിയിപ്പോൾ ഈ വന്നിട്ട് ഈ കുട്ടികൾ ഇതാവരുത് അങ്ങനെ പറഞ്ഞു, കുട്ടികൾ ഇതാവരുത്. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒരു രോഗം കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ അത് ഞാൻ വന്നിട്ട് വരെ ഇതാകണ പോലെയാണ്. ഇപ്പോൾ ഞാനാണ് ഇപ്പോൾ ഒരു മോശക്കാരനായി എന്നുള്ള അതെനിക്ക് ഭയങ്കര ഹേട്ടിങ് ആയിരുന്നു. നമ്മൾ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഈ ചെറുപ്പത്തിൽ നമുക്ക് നടന്ന സംഭവങ്ങൾ നമുക്ക് അപ്പോൾ ഓക്കെ അങ്ങനെ ഇതായി പോയാലും നമുക്ക് ഭാവിക്കെത്തും നമുക്കതെല്ലാം ഓർമ്മ വരും. ഇങ്ങനെയൊക്കെ അവർ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, ഇതുണ്ടല്ലേ അല്ലേ എന്ന്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം മാറി. ഇപ്പോഴത്തെ എഡ്യൂക്കേഷനിൽ സാറുമാർക്കൊന്നും അങ്ങനെ കുട്ടികളെ ഭരിക്കാൻ പറ്റില്ല. കുട്ടികൾ പ്രതികരിക്കും. അന്ന് പ്രതികരിക്കാനുള്ളൊരിതില്ല. പിന്നെ അതേപോലെ വേറെ അനുഭവം എനിക്ക് ഞാൻ ചെയ്യാതെ എൻ്റെ ഒപ്പമുള്ള കൂടുതൽ ഒരുത്തിന് വർത്തമാനം പറഞ്ഞതിൻ്റെ പേരിൽ
അവനെ എന്നെ എണീറ്റിപ്പിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ വർത്താനം പറ്റില്ല, പിന്നെ എന്തിനാ എന്നെ എണീപ്പിച്ചു ചോദിച്ചു. ഞാൻ അവിടെ ശക്തമായി തന്നെ നിന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോയതിൻ്റെ ശേഷം ഈ സാറ് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ എണീച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്തതിൻ്റെ പേരിൽ എന്തിനാ എന്നെ നിർത്തിച്ചു കുറേ ചോദിച്ചു. അപ്പോൾ ഞാൻ നിന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇവിടെ ഒന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിങ്ങനെ പറയാം ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ട് സാറ് വടി ഞാൻ രണ്ടെണ്ണം കാണിച്ചാൽ വടി തുറന്നിട്ട് ഓരോ രണ്ടെണ്ണം കൊടുത്ത് ഇന്ന് നല്ല അടി അടിച്ചു. അതിൽ ഞാൻ പറഞ്ഞു സാറ് എനിക്ക് ഞാൻ പറഞ്ഞു അടി കൊണ്ടിട്ട് ഞാൻ അങ്ങനെ ബെഞ്ചിൻ്റെ അവിടെ പോയിരുന്നു. പിന്നെ സാർ ഇങ്ങനെ നിൽക്കുക. ഞാൻ സാറിനോട് ഞാൻ ബെഞ്ചുമ്പോൾ പുഷ് ചെയ്തിട്ടാണ് സാറേ എൻ്റെ മുന്നിൽ നിന്ന് പോയി സാറേ, കാരണം ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാത്ത പേരിൽ എനിക്ക് അടി കൊണ്ടിരുന്നത് വലിയ നല്ല പരിപാടിയില്ല. അപ്പോൾ സാർ പറഞ്ഞു ഇവിടെ വാ അവിടെ പ്രിൻസിപ്പൾ റൂമിൽ കൊണ്ടുപോകാമെന്ന്. ഞാൻ പ്രിൻസിപ്പൾ റൂമൊക്കെ ആയിക്കോട്ടെ എന്തെന്നെ ആയാലും ഉള്ള ഞാൻ ഇത് എന്തൊക്കെ ആയാലും ഞാനത് അതിന് ശക്തമായി എതിർക്കുന്നുള്ള രീതിയിൽ പോയി. പക്ഷെ പ്രിൻസിപ്പൾ റൂമിൽ അവിടെ എത്താൻ നേരത്തെ എനിക്ക് തോന്നി നമ്മളവിടെ പോയിട്ട് കാര്യമില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ല, അന്നത്തെ കാലത്ത് നമ്മൾ പോയി കഴിഞ്ഞാലും ഇപ്പോൾ സാർ പ്രിൻസിപ്പൾ അടുത്ത് പോയി സാറ് ചിലപ്പോൾ ഇവ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. പിന്നെ പാരൻസിനെ കൊണ്ടുവരാൻ പറയും. എൻ്റെ ഉമ്മാനൊക്കെ കൊണ്ടുവന്നത് എന്താ വെച്ചാൽ ഇവരങ്ങനെ കൺവിൻസ് ചെയ്യും ഇവൻ അങ്ങനെയാണ്, ഇവൻ പഠിക്കൂല, ഇവൻ കാരണമാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഉമ്മാനൊക്കെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കാം. അങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞു ഇല്ല സാറേ എൻ്റെ അടുത്ത് തെറ്റ്, ഞാൻ വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതും ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു. സ്കൂൾ ലൈഫ് എനിക്ക് അങ്ങനെ കുറേ ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ പറയാതൊക്കെ വയ്യ, എൻ്റെ ഫേവറേറ്റ് 2-3 സാറുമാർ അവിടെ ഉണ്ട്. അവരൊക്കെ ഉഷാറിയുന്നു. ഒരു സാറൊക്കെ ഉണ്ട് എന്നെ അടിക്കൂല, അതായത് ബാക്കിയുള്ളവരൊക്കെ ഓരോ സാറുമാർ എടുത്ത് പേരണില്ല എന്നെ അടിക്കൂല. അപ്പം എന്നെ അടിക്കാത്ത കാരണം സാർ ചോദിച്ചു ഇല്ലല്ലോ മോനെ അടിക്കും, മോനെ നല്ല വേദന കാര്യങ്ങളെ പോലല്ല പോനെ ഇതാക്കരുത് ഇതിൻ്റെ കുറേ അങ്ങനെയൊക്കെ ഉണ്ട്. നല്ലവരില്ല എന്നല്ല, പക്ഷെ അങ്ങനത്തെ കുറേ മനസ്സിലായി. പിന്നെ ഇങ്ങനെയൊക്കെ ഈ ആയിട്ടും ഈ പിന്നെ കോൺഫിഡൻസ് പിടിച്ച് വന്നല്ലോ മച്ചാ. നീ വീഡിയോസ് ഫസ്റ്റത്തെ വീഡിയോസ് ഫുള്ള് മറ്റേ അഭിനയിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ വന്നിട്ട് ലൈക്ക് എങ്ങനെയാ ധൈര്യം വന്നേ? പിന്നെ അന്നും ഈ സ്കൂൾ ലൈഫിൽ പഠിക്കുന്ന സമയത്തും എനിക്കൊരു ഒരു 7th സ്റ്റാൻഡേർഡ് വരെ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. 7th സ്റ്റാൻഡേർഡ് അവിടെ ഡാൻസ് പരിപാടിയൊന്നും ഇല്ല സ്കൂളിലില്ല. എങ്ങനെ ക്ലാസിക്കലോ സിനിമാറ്റിക് അപ്പോൾ അത് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 7th സ്റ്റാൻഡേർഡ് ഡാൻസ് ഇല്ല. പിന്നെ അവിടുന്ന് സ്റ്റോപ്പ് ചെയ്താ 7th സ്റ്റാൻഡേർഡ് ഡാൻസ് സ്റ്റോപ്പ് ചെയ്താ. പിന്നെ ഞാൻ തടിയൊക്കെ വെച്ച് പിന്നെ +1 +2 അവിടുന്ന് എനിക്ക് ഡാൻസ് ഇല്ല. ഡാൻസ് ഉണ്ട്. ഇപ്പോൾ പാട്ട് കേൾക്കുകയാണെങ്കിലും ഞാൻ അങ്ങനെ മൈൻഡ് കളിക്കും. പുറത്ത് കളിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കളിച്ച തടിയുള്ള ആളല്ലേ, ഞാൻ കളിച്ചാൽ ഞാൻ എന്തെങ്കിലും പറയോ മടിയല്ലേ കളിയാക്കുക എന്നുള്ള സാധനം. പിന്നെ ഒരു സുപ്രഭാതത്തിൽ കോളേജിൽ 2nd ഇയർ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പാടെ വെറുതെ കളിക്കുക തമാശ കയറ്റിയതാ. ഇങ്ങനെ കയറ്റിയിട്ട് ഞാൻ ഡാൻസ് കളിച്ചു. അപ്പം ഞാൻ ഡാൻസ് കളിക്കുന്ന വിൽക്കൊന്നും അറിയില്ല. ഞാൻ കയറി കളിച്ചപ്പോൾ അതങ്ങോട്ട് അത് ഭയങ്കര കോളേജിൽ നിൽക്കുന്നവർക്കും കാണുന്നവർക്കും പിന്നെ വീഡിയോയും അതൊക്കെ വൈറലായി പോയി. അന്ന് ഈ ഇതൊന്നുമില്ല, നമ്മുടെ എന്താ പറയുക റീൽസൊന്നുമില്ല. അന്ന് ഈ പേജുകളാണ് കുറേ നിലമ്പൂർ മഞ്ചേരിക്കര ഫിഷ് അങ്ങനെ കുറേ പേജുകളുണ്ട്. ആ പേജുകളിലൊക്കെ ഈ വീഡിയോ വൈറലായി പോയി. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. പക്ഷെ അതിൽ കമൻറ്റൊക്കെ ഞാൻ നോക്കും. കമൻറ്റൊക്കെ നോക്കുന്നുണ്ട് ഇവനെന്താ ചെയ്യുന്നത്, എന്താണ് ഈ തേങ്ങ, ഇവനൊരു ബെൽറ്റ് വാങ്ങിക്കൂടെ, ഈ തടി വെച്ചൊന്നും പറ്റിയ പരിപാടിയല്ല. അന്ന് ഞാൻ ഉറപ്പിച്ചതാ എനിക്ക് ഡാൻസ് അറിയാലോ. അപ്പം എന്തായാലും ഡാൻസ് കളിച്ചിട്ട് തന്നെ ഇവരെ കൊണ്ട് ഞാനൊരു ഇതുണ്ടാക്കി എടുക്കുന്നത് എനിക്ക് വാശിക്കിറങ്ങി. പിന്നെ വാശിക്കിറങ്ങി ഒരു ഫസ്റ്റത്തെ ഒരു കുറേ വീഡിയോസൊക്കെ ചെയ്തു. അതിൽ കുറേ വീഡിയോസൊക്കെ ചെയ്തപ്പോൾ ഒരു എനിക്കിപ്പോഴും പറയണത് ഇപ്പോഴത്തെ ആളുകളൊക്കെ പറയുന്ന സംഭവമാണ്. ഇപ്പം ഞാൻ കുറേ വീഡിയോസ് ചെയ്തു, റീച്ച് കിട്ടിയില്ല. ഞാൻ കുറേ ഹാർഡ് വർക്ക് ചെയ്തു, കുറേ സ്ക്രിപ്റ്റ് ഉണ്ടായി, കുറേ എഫേർട്ട് ഹാർഡ് വർക്ക് ചെയ്തു, റീച്ച് കിട്ടിയില്ല. അത് വെറും തെറ്റിദ്ധാരണ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആദ്യത്തെ 1000 ലൈക്ക് കിട്ടുന്നത് 201ാമത്തെ വീഡിയോ ഒക്കെ. അതായത് 200 വീഡിയോ ഞാൻ ചെയ്തിട്ട് 201ാമത്തെ വീഡിയോ ഒക്കെയാണ് എനിക്ക് ആദ്യത്തെ 1000 ലൈക്ക് കിട്ടുന്നത്. പക്ഷേ 201ാമത്തെ വീഡിയോ 1000 ലൈക്കല്ല കേട്ടോ, അത് കയറിപ്പോയി. അതിമ്പോൾ തന്നെ ഞാൻ വൈറലാകുന്നത് ടിക്ടോക്കിൽ ചെയ്യുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ കുറേ വീഡിയോസ് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് വൈറലാകും. പിന്നെ നമ്മളത് ബ്രാൻഡാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കൺസിസ്റ്റൻസി മെയിൻ. ഡെയിലി നമ്മളൊരു വീക്ക്ലി സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ നമ്മൾ നല്ല എഫേർട്ട് ഇടണം. പിന്നെ നമ്മൾ അറ്റേ പോകുന്ന നമ്മളൊരു ഇതൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചാലും പ്രശ്നമല്ല. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയുമ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്, ഫോണില്ല, ക്യാമറ ഇല്ല, ഇതില്ലാന്ന്. അതും തെറ്റായ ധാരണ. കാരണം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ ഫോൺ, ക്യാമറ എല്ലാം എനിക്ക് ഓൺ ടീമുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ കുറഞ്ഞു. വീഡിയോ ചെയ്യണം, ചെയ്യാൻ ടൈമില്ല, ചെയ്യാനൊക്കെ നിന്നു. പക്ഷേ ഞാൻ ഈ
തുടക്ക സ്റ്റേജിൽ എനിക്ക് 2 മണിക്കൂറിനൊക്കെ ഞാൻ ഫോൺ എടുത്ത് വരും. ഒന്നീ ഫ്രണ്ട്സിനെ വിളിക്കും, 1 മണിക്കൂറിന് ഞാൻ ഫുൾ റെഡി ആക്കിയിട്ട് ഞാൻ പോയി ചെയ്യും. 1 മണിക്കൂറിനൊക്കെ ഫോൺ കിട്ടും. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആൾ മൊബൈൽ ഷോപ്പാണ്, 5G മൊബൈൽസ് അറിയും. ഒരെന്നെ കുറേ ഇപ്പം ഇങ്ങനെ ഫോണിന് അടുത്തുണ്ടാകുമ്പോൾ ഒരു പുതിയ ഫോൺ ഇറക്കുമ്പോൾ എന്നോട് ഇങ്ങനെ കൊണ്ടുപോയിക്കോ, ഇപ്പോൾ ക്യാമറ ഇറക്കുമ്പോൾ എന്നോട് കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറയും. അപ്പോൾ 1-2 മണിക്കൂറൊക്കെ കിട്ടും. ആ 1-2 മണിക്കൂറിൽ ഞാൻ എൻ്റെ കണ്ടൻസ് ഒക്കെ പ്ലാൻ ചെയ്ത് ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ, ഫുൾ പ്ലാൻ ചെയ്തിട്ടാണ് എന്താണ് ഫുള്ള് ചെയ്യും. എന്തെങ്കിലും വീഡിയോ കണ്ടെടുക്കും, എന്നിട്ട് അത് ഞാൻ നൈറ്റ് ഫുള്ള് നോക്കും. ഇപ്പോൾ ആക്ടിങ് ആണെങ്കിൽ ഞാൻ നൈറ്റ് ഫുള്ള് മിററിലൊക്കെ നോക്കി, ലിപ്സിങ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കും. ഡാൻസ് ആണെങ്കിൽ ഞാൻ ഫുൾ സ്റ്റെപ്പൊക്കെ മിററിൽ നോക്കി ചെയ്ത് നോക്കും. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ഈ 2 മണിക്കൂർ കിട്ടുമല്ലോ, 2 മണിക്കൂറിൽ പെട്ടെന്ന് ചെയ്യും. കുറേ വീഡിയോസ് എടുക്കും, എന്നിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഗാഡ്ജറ്റ്സ് ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇപ്പോൾ നമ്മൾ എഫേർട്ട് ഇടണം, നമ്മൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല, അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനെ എടുക്കേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മുടെ അടുത്ത് എല്ലാ ഗാഡ്ജറ്റ്സും വന്നാൽ നമ്മൾ വീഡിയോ ചെയ്യൽ കുറയും. അത് ശരിക്കും അതെ, നമ്മുടെ അടുത്ത് ഇല്ലാത്തപ്പോൾ നമ്മൾ നല്ല എഫേർട്ട് ഇടും. ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഉണ്ടല്ലോ മനസ്സിലായി. ഇത് ശരിക്കും വൈറലായതിനു ശേഷമുള്ള ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് പെട്ടെന്ന് പോവല്ലേ, അതെങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാർ ചെയ്തു, അടിപൊളി ചെയ്തു. പിന്നെ എനിക്ക് നെഗറ്റീവ് പറഞ്ഞവരെ നെഗറ്റീവ് പറഞ്ഞവരൊക്കെ മെസ്സേജ്, ബ്രോ ഫസ്റ്റൊക്കെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, സോറി കേട്ടോ ബ്രോ, യു ആർ വെരി ടാലൻറ്റഡ്, കീപ് ഗോയിങ് ബ്രോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ അതേപോലെ എൻ്റെ ഞാൻ എല്ലാത്തിലും പറയുന്നത്, എനിക്ക് എൻ്റെ വീഡിയോ തന്നെ ബാഡ് കമൻറ്റൊക്കെ ഇടുന്നവരെ ഇവർ ഫസ്റ്റ് വേർഡ് പറഞ്ഞവരെ ബ്രോ എനിക്കറിയില്ല, ബ്രോ അടിപൊളിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ സപ്പോർട്ട് ചെയ്യും. ഭയങ്കര ഓ എന്നുള്ള സാധനം. അത് ക്വാളിറ്റി കണ്ടന്റ് അല്ലേ? പല പേജിൽ കയറി കഴിഞ്ഞാൽ ലൈക്ക് സ്മൈലോട് കൂടി പോണ കണ്ടന്റ്സ് ആണ് ഫുള്ള് ഉള്ളത്. ആൾക്കാർക്ക് ആ ഒരു സന്തോഷം കിട്ടുന്ന സാധനമല്ലേ? വൈറലായിട്ടുള്ള എന്താ ലൈക്ക് ഫെയിമിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നു. പിന്നെ എനിക്ക് തുടക്ക സ്റ്റേജിലൊക്കെ എനിക്ക് സ്റ്റേജ് ഫിയർ ഒക്കെ നല്ല ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റേജ് ഫിയർ ഉണ്ട്. എനിക്ക് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യണത് ഭയങ്കര ഒരു മടി, ഒരു എനിക്ക് ചിലപ്പോൾ പറയാൻ കിട്ടൂല. അപ്പം അതൊക്കെ ഏകദേശം ഇങ്ങനെ സ്റ്റേബിളായി വരുന്നു. ഡാൻസോ? ഡാൻസ് എങ്ങനെ പോകുന്നുണ്ട്? ഡാൻസ് അടിപൊളിയായി പോകും. പ്രാക്ടീസ് ചെയ്യും. ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഒരു സോങ് ഒക്കെ കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡാൻസിൽ വരുന്നതിൻ്റെ മുന്നേ ആദ്യം ഒരു പാട്ട് വന്നാൽ ഡാൻസ് കളിക്കാനേ അറിയുള്ളൂ. ഇപ്പം ഞാൻ ഡാൻസിൻ്റെ പാട്ട് കേട്ടാൽ അതിൽ ബീറ്റ് ഇങ്ങനെ മനസ്സിലാവും, ഇവിടെ ഈ ഡാൻസ് സ്റ്റെപ്പ് കയറൂല. അപ്പം ഞാൻ ബീറ്റൊക്കെ നോക്കി കറക്റ്റ് നോക്കി പറയും. അതെ, അതായത് ബീറ്റ് അനുസരിച്ച് നീ തന്നെ കൊറിയോഗ്രാഫി ചെയ്യുക. ഓക്കെ നൈസ്. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റെപ്പൊക്കെ കണ്ടാൽ അതിൻ്റെ കൂടെ കയ്യൂലെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് കണ്ട് ഇപ്പോൾ ഒരു 2-3 ദിവസം ട്രൈ ചെയ്ത് എനിക്ക് കിട്ടുമോ സ്റ്റെപ്പ്, പുതിയ സ്റ്റെപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ കളിക്കുന്ന സ്റ്റെപ്സൊക്കെ പണ്ട് ഞാൻ കുറേ ആഗ്രഹിച്ച സ്റ്റെപ്സാണ് ഇപ്പോൾ കളിക്കണേ. അത് ഇതെങ്ങനെ കളിക്കാന്ന് കരുതിയിരുന്നു. അപ്പം അത് ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് ഇപ്പം ഞാൻ സിമ്പിളായി ചെയ്യുന്ന കുറേ സ്റ്റെപ്സ് ഉണ്ട്. അത് ഞാൻ പണ്ട് ആഗ്രഹിച്ച് ഇവരൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക സാധനം. ഡിഫിക്കൽട്ടായിട്ടുള്ള ഏതായിരുന്നു പഠിക്കാൻ? മറ്റേ എനിക്കൊരു സ്റ്റെപ്പ് നെയിം എന്നല്ല, ഹിപ്പോപ്പിൽ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഉണ്ട്, ഇങ്ങനെ വേവൊക്കെ പോണേ. അതൊക്കെ ഞാൻ കരുതി എന്ത് സ്റ്റൈല്, ഇതെങ്ങനെ കളിക്കാന്നൊക്കെ. ഇപ്പം ഞാൻ എല്ലാത്തിലും ഒരു ഡാൻസിലൊക്കെ ഞാനത് എടുക്കും. അപ്പോൾ ഞാനതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത്. നൈസ്. പിന്നെ ഫെയിമിൻ്റെ എന്താണ് ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ? ഇല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ പൊതുവെ എന്നോട് വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നല്ലോണം സംസാരിക്കും. എനിക്കങ്ങനെ സംസാരിച്ചാലും സംസാരിക്കും. പിന്നെ എനിക്ക് ആളുകളെല്ലാവരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യാൻ ഇഷ്ടം. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അല്ല. അപ്പോൾ ഞാൻ അവരിങ്ങനെ നോക്കുമ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇവരിങ്ങനെ നോക്കും. അപ്പം ഞാനും എനിക്കെന്താ ചെയ്യേണ്ടതല്ല, ഞാനും നോക്കും, തിരിച്ചിങ്ങനെ നിൽക്കുന്നല്ലാണ്ട് എനിക്ക് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടാവൂലേ ഹഗ് ഇഷ്ടം. പിന്നെ പൊതുവെ ഈ ഡാൻസ് കാണുന്നത് എനിക്കറിയില്ല, എന്നോട് കുറേ പറയുന്നത് ഓർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്രോ ഡാൻസ് കളിക്കാണ് ഭയങ്കര രസമാണ്. എന്നോട് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ബീച്ച് പോയ സമയത്ത് എന്നോട് കോഴിക്കോട് നേരെ ബ്രോ ഞാൻ ഡാൻസൊക്കെ കാണുന്നുണ്ട്, ഒരുപാട് ഡാൻസ് ഉണ്ട്, പക്ഷെ ബ്രോഡ് ഡാൻസ് കാണുമ്പോൾ ഒരു രസമാണ്, അതൊരു വെറൈറ്റി ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ താങ്ക് യു, നല്ല സംഭവമായി. പിന്നെ ഞാൻ പറഞ്ഞു ശരിക്കും എന്താണ് എനിക്ക് ബോഡി ഷേമിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? പിന്നെ ബോഡി ഷേമിങ്ങൊക്കെ അറ്റ് പീക്ക് എന്നൊക്കെ പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ട്. ബോഡി ഷേമിങ്ങിൻ്റെ ഇതിൻ്റെ മേലക്കൊന്നും ബോഡി ഷേമിങ് കിട്ടാണ്ടൊക്കെ അറിയില്ല. പക്ഷെ ഞാൻ പൊതുവെ ഇന്ന ഒരാൾക്ക് മെൻ്റലി വീക്കാക്കാൻ ഭയങ്കര, അതായത്
ഫിസിക്കലി ഇപ്പോൾ അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കാക്കാൻ കഴിയൂല. പിന്നെ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഞാനത് മൈൻഡ് ആക്കൂല. ഞാനതിൻ്റെ ടാലൻറ്റ് ഫോക്കസ് ചെയ്തിട്ട് പോലെ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല ആ വീഡിയോൻ്റെ ഇടയിലെ കമൻസ് അതെന്താ ആനടുത്ത് ഉള്ളേ, പിന്നെ എന്താണ് ആർക്കൊരു ബെൽറ്റ് ഇട്ടുകൂടെ, ആർക്കുള്ള ബെൽറ്റ് എവിടെ നിന്നാണ് കിട്ടുക, ഇങ്ങനത്തെ കുറേ ബാഡ് കമൻസ് വരുന്നുണ്ട്. ശരിക്കും ബാഡ് കമൻസ് വരുമ്പോൾ ശരിക്കും ചെറുതായിട്ടൊന്നും കൊള്ളുമല്ലോ അല്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യം അത് കൊള്ളും. പിന്നെ അതിങ്ങനെ അത് നമ്മൾ ആദ്യമൊക്കെ തന്നെ ഇങ്ങനെ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാനുള്ളത് പോവും. നമ്മളതിൻ്റെ പകരം നമുക്ക് എന്താ ഇപ്പം അങ്ങനെ പറഞ്ഞു നമുക്ക് ഡാൻസ് അറിയാലോ, ഇപ്പം പറഞ്ഞിട്ട് നമുക്ക് ഡാൻസ് അറിയില്ലല്ലോ എന്നുള്ളതാണല്ലോ. അങ്ങനെ ഞാൻ ചിന്തിച്ച് അപ്പം ഞാൻ ഡാൻസ് പഠിച്ചു. ഇപ്പോഴും ഞാൻ തടിയുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ തടി ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ആളുകളിന് വല്ലാതെ ബോഡി ഷേമിങ് ചെയ്യാത്ത കാരണം ഞാൻ എൻ്റെ ടാലൻറ്റ് ഫോക്കസ് ചെയ്തിട്ട് അതിലൊരു സെറ്റിൽഡ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരിക്കലും ഞാനൊരു തടിയും സാധാ പോകുമ്പോൾ ഓനതാ പോണ് ഒരു ഏതാ ചക്കം അവിടെ പോയിരിക്കുമ്പോൾ അങ്ങനെ പറയാം. ഇപ്പം അവിടെ ഉള്ളിടത്ത് ഇപ്പം മറ്റേ ഡാൻസറല്ലേ എന്നുള്ളതായി. അത്രേ ഉള്ളൂ. ഇപ്പോൾ തടിയുള്ള സംഭവം നിറയുള്ള സംഭവം ഇനിയിപ്പോൾ തടി നിറം അങ്ങനത്തെ സംഭവം ഒക്കെ നമുക്കെന്നെ മാറ്റിയെടുക്കാം. ടാലൻറ്റ് ഫോക്കസ് ചെയ്താൽ മതി. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ടാലൻറ്റ് ഉണ്ട്. ടാലൻ്റാണ്. ഇപ്പോൾ എനിക്കത് ചെറുപ്പം മുതൽ ഡാൻസ് ഇഷ്ടമാണ്, പിന്നെ ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്. ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ളതാണ്. അപ്പോൾ ഞാനത് ഫോക്കസ് ചെയ്യാത്ത പ്രശ്നമായിരുന്നു. പിന്നെ ഇപ്പോൾ തടി ഉണ്ടതിൻ്റെ പേരിൽ ഞാൻ കുറേ ഒരു 10 ഞാൻ പറഞ്ഞില്ല തടികളിൽ ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കതിനുള്ളതൊക്കെ ഈ തടി വെച്ചിട്ട് തന്നെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടി. ഇപ്പം ഞാൻ പറഞ്ഞു ഈ തടിയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്ര ഫെമിലിയർ ആവാൻ പോകുന്നു. കാരണം കേരളത്തിലും ഇന്ത്യയിലും എത്രയോ ഡാൻസസ് ഉണ്ട്. നിന്റെ ഡാൻസ് അത്രയും ഭംഗി കൂട്ടുണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു പെട്ടെന്നൊരു ഇങ്ങനെ ഇത് കിട്ടിയത്, പുഷ്യൻ കിട്ടിയത്. എന്താണ് യൂത്തിനോട് എന്താ എനിക്ക് പറയാനുള്ളത്? ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതായിട്ടുള്ള അഭിപ്രായം? എനിക്ക് യൂത്തിനോട് മൊത്തത്തിൽ പറയാനുള്ളത് ഇപ്പോൾ എന്നെ പോലത്തെ ആളുകൾ കുറേ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സായിരിക്കാം, ഇപ്പോൾ ആളുകളുടെ ഫ്രണ്ട്സായിരിക്കാം, അങ്ങനെയൊക്കെ കൂട്ടത്തിൽ തന്നെ. ഇപ്പോൾ കറുപ്പ് വെളുപ്പ് കറുപ്പ് പിന്നെ വെളുപ്പിനാരും നല്ല വെളുത്തിട്ടാലും ആരും കുറ്റം പറയില്ല. കറുപ്പ് തടിയുള്ളത്, തടി കുറവ്, ഓനക്ക് പൊക്കം കുറവ്, അങ്ങനെ കുറവ്, ഇങ്ങനത്തെ കുറേ ആളുകളുണ്ട് ഇപ്പോൾ ഇതിൽ. ഇപ്പോൾ ഇവർക്കൊക്കെ എന്താ ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർക്ക് ഒരു ടാലൻ്റൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവർക്കത് പ്രകടിപ്പിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാവില്ല. എന്താ ഇനിയിപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറ്റം വരില്ലേ, അത് കുറ്റം വരുമ്പോൾ ഡൗൺ ആവില്ലേ എന്നൊരു സംഭവം ഉണ്ടാവും. പക്ഷെ ഇവരത് ഫോക്കസ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു മനസ്സിൽ ഉറച്ച തീരുമാനം എടുക്കുക. ഇനി കുറച്ച് നെഗറ്റീവൊക്കെ വരികയായിരിക്കും. പക്ഷെ നമ്മൾ നെഗറ്റീവ് ഫോക്കസ് ചെയ്ത് പോരുത്. നമ്മൾ വീഡിയോ ചെയ്യാനെ നമ്മൾ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടി ഇവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഷുവർ ഇവർക്കത് ബെനിഫിറ്റ് ഉണ്ടാവും. അത് ഇതെന്നല്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ ഇതാണ്. പക്ഷേ ഇതല്ലാത്ത ഡാൻസ് ഉണ്ടാവും. അപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോൾ, അങ്ങനെ ഒരുപാട് ഇതിലുണ്ടാവും. അപ്പോൾ അതിനെ പറയാം ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുണ്ട് എന്ന് പറയാം. എങ്ങനെയെങ്കിലും അതിൽ തന്നെ പെർസിസ്റ്റ് ചെയ്യണം അല്ലേ? അതിൽ ഇരുന്ന് ഇറങ്ങി വിട്ടുപോകാൻ പാടില്ല. അതെ. പിന്നെ വേറെ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ കൂടുമ്പോൾ നമ്മൾ തമാശകൾ പറയും ചിലപ്പോൾ. ഇപ്പോൾ ഞാനൊക്കെ ഇതൊക്കെ റിയലൈസ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് പ്രായപൂർത്തിയൊക്കെ ആയതിനു ശേഷം കുറച്ച് വിവരമൊക്കെ ആ ടൈമിലാണ് നമ്മളിതൊക്കെ റിയലൈസ് ചെയ്യുക. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുറേ ബോഡി ഷേമിങ് ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മളതൊന്നും നമ്മൾ റിയലൈസ് ചെയ്യില്ല. ഇതൊക്കെ ബോഡി ഷേമിങ് ആണോ. പിന്നെ നമ്മൾ കുറച്ച് മെച്ചോടെ കുറച്ച് ചിന്തിക്കുമ്പോഴേക്കാരം ഇവരൊക്കെ എന്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ നമ്മളെന്നൊക്കെ കുറേ ആൾക്കാർ നമ്മൾ നോവിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇപ്പം നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനോട് കിട്ടിയൊരു അന്മ ഞാൻ പറഞ്ഞുതരാം. അവന് കുറച്ച് നേരം കുറവാണ്. അപ്പോൾ ഇപ്പോഴത്തെ അല്ല കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു നേരം കുറവാണ്. അപ്പോൾ ഇവനോട് ഇങ്ങനെ ആളുകൾ കൂടിയപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ ഈ അവിടെ ഇരുട്ടത്ത് പോയി നിന്നാ അപ്പോൾ എന്നെ കാണൂല അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവരൊരു 5 പേര് ഇന്ന് ചിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം ഇവൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ അടുത്തുള്ള ആളുകളാണ് ഒക്കെ ആണ്. എന്നിട്ട് ഇവർ 5 പേര് ചിരിക്കുകയാണ്. അവരുടെ നേരം ഇരുട്ടത്ത് നിന്നാ കാണൂല എന്നൊക്കെ പറഞ്ഞു. ഇവരത് ചിരിച്ച് കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു, ഇവരുടെ ടോപ്പിക് കഴിഞ്ഞു. എന്നിട്ട് ഇവൻ പോയി. പക്ഷെ ഇവനതൊന്നും ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ഈ ബോഡി ഷേം ചെയ്യണവരോടൊക്കെ പറയാനുള്ളത് ഈ ചെയ്യണവർക്ക് ഇതപ്പം കഴിഞ്ഞു ഒരു കോമഡിക്ക് വേണ്ടി പറഞ്ഞാൽ 1-2 അമ്പേക്കാരം. പക്ഷെ ഇത് കിട്ടുന്നവർക്ക് അത് നല്ല ഓർമ്മ ഇതിലുണ്ടാവും. ഇവൻ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഈ ഇതേപോലെ ഒരു മറ്റൊരാളെ ബോഡി ഷേം ചെയ്തു. ശക്തമായി പ്രതികരിച്ചു. നല്ല തെറിയൊക്കെ പറഞ്ഞു. ഈ എന്താ ഇന്നങ്ങനെ പറയാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവൻ പോയിട്ട് ഇവർ പറയാണ് ഇതെന്തിനും എന്നോട് ഇങ്ങനെ ചൂടാവേണ്ട ആവശ്യം, ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ.
അതൊരിക്കലും തമാശ അല്ല കേട്ടോ. ഇപ്പോഴത്തെ ജനറേഷനോട് പറയാള് നിങ്ങൾ വേണമെങ്കിൽ അവനങ്ങനെ കളിയാക്കി വിളിക്കാം. ഇപ്പം ഞാനും അങ്ങോട്ട് ഫ്രണ്ട്സ് കളിയാക്കും, എനിക്ക് അങ്ങനെ അല്ലല്ലോ. കളിയാക്കുന്നത് വരെ നമ്മുടെ ശരീരഭാഗം കൊണ്ട് അല്ലെങ്കിൽ നിറം തടി ഇതിൻ്റെ പേര് കളിയാക്കുന്നത് വേറെ തന്നെയാണ്. അത് ആളുകളെ കോൺഫിഡൻസ് ഡിക്രീസ് ചെയ്യും. ഇപ്പം എനിക്കെന്തോ പഠിച്ചവനെ തന്നുകൊണ്ട് എനിക്ക് കാണിക്കാറില്ല. എന്നോട് ഇങ്ങനെ പറയുമ്പോഴും എൻ്റെ കോൺഫിഡൻസ് ഡിക്രീസ് ചെയ്യുന്നില്ല. ഞാൻ പറയാ ഓല് പറഞ്ഞോട്ടെ, ഞാൻ ഇതുകൂടെ കേട്ട് ഇതുകൂടെ വിടും. ഞാൻ നാളിൻ്റെ കുറേ പേര് എന്നോട് പറയണത് എനിക്കിങ്ങനെ ഇതാണ് മടിയാണ്. എനിക്ക് തന്നെ DMs തന്നെ കുറേ ഉണ്ട്. ഇപ്പം എനിക്കിങ്ങനെ കുറേ ബോഡി ഷേമി കിട്ടിയിരിക്കണ്, ഇങ്ങനെ കിട്ടലുണ്ട്, അങ്ങനെ കിട്ടുന്നുണ്ട്. അങ്ങനെ ചെയ്യരുതെന്ന് പറയാം. ഇപ്പോഴത്തെ യൂത്തിലൂടെയൊക്കെ പറയാം. ഓക്കെ, മൂവീസ് അടുത്ത ഏതൊക്കെ മൂവീസ് ഉണ്ട്? ഞാൻ അടുത്തത് ഇപ്പോൾ രേഖാചിത്രം കണ്ടു. അടിപൊളിയായിട്ടുണ്ട്. പാസിഫലി ഭയങ്കര സെലക്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഇപ്പോൾ ഭയങ്കര അവന് പറ്റിയത് എടുക്കണ്ടല്ലേ. പിന്നെ മമ്മൂക്കാൻ്റെ ഇപ്പോൾ ഡൊമിനിക് കണ്ടു നൈസായി, അടിപൊളി. പിന്നെ മമ്മൂക്കയാണ് ഫേവറേറ്റ് ആക്ടർ. ഇതല്ലേ ആളുടെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മള് മറ്റുള്ള ആക്ടേഴ്സ് ഇപ്പോൾ മോഹൻലാലിനൊക്കെ പറയുകയാണെങ്കിൽ ബോൺ ആക്ടറാണ്, ഇപ്പോൾ ആൾറെഡി ഉണ്ട്. പക്ഷേ ഈ മമ്മൂക്കാൻ്റെ എനിക്ക് തോന്നിയിട്ടില്ല എപ്പോഴും മുപ്പര് ഭയങ്കര ഹാർഡ് വർക്കിംഗാണ്. മുപ്പരെ ഇപ്പോൾ റോഷാക്കിലൊക്കെ ഞാൻ ഈ മൂവി കാണുമ്പോൾ മൈന്യൂട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. ഇപ്പോൾ മൂവി കണ്ടുപോകുക എന്നുള്ളതിൽ പോലെ അതിൽ ഷോട്ട്, മുപ്പരെ കൈ, ഹാൻഡ് ഫേസ് എല്ലാം നോക്കും. ഇപ്പോൾ റോഷാക്കിലൊക്കെ ഒരു സീനുണ്ട്, മുപ്പരെ കൈ വരെ ഇങ്ങനെ ആ ക്യാരക്ടർ കൂടി വെക്കുമ്പോൾ മുപ്പരെ കൈ വരെ ഇങ്ങനെ അനങ്ങും. അതൊക്കെ ഒരു അത്ര ഭയങ്കര ഇൻസ്പിറേഷനാണ്. മനസ്സിലായി. പിന്നെ അത്രയും എക്സ്പീരിയൻസും കൂടി വന്നതല്ലേ, ലൈക്ക് മൂപ്പർക്ക് വളരെ എളുപ്പമായിരിക്കും അതിന്റെ മുന്നിൽ പോയാല്. മൂപ്പര് കളിക്കുന്ന ചില ഇപ്പോൾ ഡൊമിനിക്കിൽ ഒരു സീൻ ഉണ്ട്, കോമഡി സീനൊക്കെ. മൂപ്പര് പറയും നിന്റെ പോലെ ഇങ്ങനത്തെ ഡാൻസ് അല്ലാന്നൊക്കെ ഒരു സംഭവം ഉണ്ട്. അതൊക്കെ നമ്മളോട് വരുന്നത് തോന്നുന്നത് സിമ്പിൾ, പക്ഷെ അത് ഒരിക്കലും സിമ്പിൾ അല്ല. അതൊരു ആ ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ ആ ഒരു ക്യാരക്ടർ, ഇപ്പോൾ എന്ത് ക്യാരക്ടറാണ് ആ ബോഡി ലാംഗ്വേജ് നമ്മൾ ഉള്ളിലേക്ക് കയറണം. അതിൽ മൂപ്പര് എടുക്കുന്ന ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഇതിനും എത്രയോ മേലെ. ഭയങ്കര ഇഷ്ടമാണ്. ഓ ലെജൻഡ് ആണോ. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഏറ്റവും ഫേവറേറ്റ് ആക്ടർ ഇങ്ങനെ വെക്കുമ്പോൾ മമ്മൂക്കയും പിന്നെ വിജയിനെ ഇഷ്ടമായിട്ടോ. പിന്നെ വിജയ് ഫാനാണ് എല്ലാവർക്കും പറയാനുള്ള രക്ഷകൻ. പക്ഷെ വിജയ് ഫാൻ്റെ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇപ്പോൾ തമിഴിൽ കുറേ ആക്ടേഴ്സ് ഉണ്ട്. ഈ രജനീകാന്ത് അതേപോലെ വിജയ് ഇവർക്കുള്ള സ്വാഗുള്ള നടന്മാർ തമിഴിൽ ഉണ്ടോ വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇവർക്കൊരു സ്വാഗ് ഉണ്ട്. അത് കാണുമ്പോൾ സിമ്പിളായി തോന്നുന്ന കാര്യമാണെങ്കിലും ഇപ്പോൾ കത്തി മൂവിയിലൊരു സീൻ ഉണ്ട്. ഇപ്പോൾ ഇവർക്ക് അതായത് അവിടെ ഇങ്ങനെ യുദ്ധത്തിൽ നിൽക്കുമ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിൽ പോകാൻ തരുന്നത് വിജയൻ്റെ ഇവിടെ ഇങ്ങനെ ഷോൾഡർ പിടിക്കുന്ന സീൻ ഉണ്ട്. വിജയൻ്റെ റൊട്ടേഷൻ ഉണ്ട്, ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കുന്നത്. ആ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും നമുക്ക് ആ സ്വാഗ്. അപ്പൊ ഈ സ്വാഗ്നെസ് ഒന്നും അങ്ങനെ കിട്ടിക്കോളും എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതൊക്കെ വിജയനെ ഭയങ്കര ലിയോയിലൊക്കെ അടിപൊളിയല്ലേ. പക്ഷെ മൂപ്പര് അഭിനയം നിർത്താറ് ബന്ധം പോലെ രാഷ്ട്രത്തേക്ക് പോകാനുള്ള. വിജയ്ക്ക് നല്ല ഹേറ്റേഴ്സ് ഉണ്ടല്ലോ, നല്ല ഹേറ്റേഴ്സ് ഉണ്ട്. അത് പറഞ്ഞ ഹേറ്റേഴ്സ് ഉണ്ടാവാൻ സുഖമാണ്. ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ എന്താ ഇപ്പോ രക്ഷകനല്ലേ. പക്ഷെ രക്ഷകൻ എന്നുണ്ടെങ്കിലും അതിലൊക്കെ ഓരോ ഇപ്പൊ തെറി ആവട്ടെ, ഇനിയിപ്പോ ലിയോ ആവട്ടെ, ഏത് മൂവിയിലും മൂപ്പരൊരു സ്വാഗ് ഇപ്പൊ സ്ക്രീനിൽ ഇങ്ങനെ ഒരു മാസ് കാണിക്കുമ്പോ നമ്മക്കെന്നെ അത് ഫീൽ ചെയ്യും. അതാണ് ഒരു മാസ് പടത്തിലൊക്കെ വേണ്ടത്. ചിലപ്പോൾ എത്ര അലറി വിളിച്ചാലും ഒരു മാസ് നമുക്ക് കിട്ടൂല, സ്വാഗ് കിട്ടൂല. അത് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാ വരുന്നല്ലേ ഡയലോഗും. ഫുട്ബോള് കാണും. ഫേവറേറ്റ് പ്ലെയർ ക്രിസ്ത്യാനോ ഇഷ്ടപ്പെടാൻ വേറെ കാരണമുണ്ട്. ഗോട്ടപ്പാരുടെ ക്രിസ്ത്യാനോ ഞാൻ പറയുള്ളൂ, അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഒരു ഇത് പറയാം, ഞാൻ ഫുട്ബോളിൽ അങ്ങനെ ഇതിൽ പറയില്ല. ഇപ്പോൾ ലയണൽ മെസ്സി എന്ന് പറഞ്ഞപ്പോൾ പ്ലെയർ ചിലപ്പോൾ ക്രിസ്ത്യാനോ ചില കളികളും ഒക്കെ കൂടുതൽ മെസ്സി ഉണ്ടാവും. പക്ഷേ ഈ ക്രിസ്ത്യാനൊക്കെ ഡിഫറെൻ്റ് ആയി എനിക്ക് തോന്നിയത് മൂപ്പര ഒരു കോൺഫിഡൻറ്റ് ലെവല്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരു കളി നടക്കുകയാണ് ഇപ്പോൾ മെസ്സി ബാസിലോ ആവട്ടെ ഇനി അർജന്റീന ആവട്ടെ, ഇപ്പോൾ ഒരു ഗോൾ വന്നു കഴിഞ്ഞാൽ മെസ്സി അത്ര ഒരു കോൺഫിഡൻറ്റോടുകൂടി പിന്നെ ഒരു
കളിക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഒരു തിരിച്ചു കംബാക്ക് ലെവൽ ഞാൻ കാണൽ കുറവാണ് ഓ കളിയിൽ കേട്ടോ. മീൻസ് ഒരു 90 മിനിറ്റ്സ് കളിയിൽ അല്ല ഒരു കളി തോറ്റുമ്പോൾ അടുത്ത കളി തിരിച്ചു വന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു കളി തോൽക്കുമ്പോൾ കംബാക്ക് ലെവൽ ഇത് കുറവാണ്. പക്ഷെ ക്രിസ്ത്യാനോ അങ്ങനല്ല. ഇപ്പം ക്രിസ്ത്യാനോ ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചോളൂ, ഒരു ഗോൾ തോറ്റ് നിൽക്കുകയാണെങ്കിലും ഇപ്പം ഒരു 3 ഗോൾ തോറ്റ് നിൽക്കുകയാണെങ്കിലും അത് അടിക്കുന്ന കാരണം തിരിച്ചടിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് അത് ഭയങ്കര ഇതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ ഇപ്പോൾ വേൾഡ് കപ്പ് 2014 വേൾഡ് കപ്പ് അതുകൊണ്ട് അതിൽ മറ്റേ സ്പെയിന് പോർച്ചുഗൽ കളിയിൽ ഇപ്പോൾ 87 മിനിറ്റിൽ വേറെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഫേവറേറ്റ് ടീം ബ്രസീലാണെങ്കിലും പക്ഷെ വേറെ ഏത് പ്ലെയറാണെങ്കിൽ 87 മിനിറ്റിൽ അത്രയും ലോങ് എന്നൊക്കെ ഒരു ഫ്രീ കിക്ക് അടിച്ച് ഗോളാക്കാൻ ഒരു കോൺഫിഡൻസ് വേണം, അടിക്കാൻ തന്നെ കോൺഫിഡൻസ് വേണം. അതിങ്ങനെ ആളുകളെ ഇത്തരത്തിലൊരു അടിക്കുന്നുണ്ട് ഗോൾ. അത് അന്നൊക്കെ DG എന്ന് പറഞ്ഞാൽ ആ ഗോൾ കീപ്പർ വൻ ഫോമില. സ്പെയിൻ വൻ ടീമാണ്, സ്പെയിൻ നല്ല ടീമാണ്. അപ്പോൾ പറയുന്നത് പോർച്ചുഗൽ തോൽക്കുന്ന കാണുന്ന സമയത്ത് ആ 87 മിനിറ്റിൽ ആ ഒരു ഗോളിക്കുന്ന ഒരു ചാൻസില്ല, ഗോളിങ്ങനെ നോക്കിക്കുക ആ ഗോൾ വരുന്നത്. അപ്പം അതോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴിങ്ങനെ പറയും ക്രിസ്ത്യാനോ അങ്ങനെ പോരാന്നൊക്കെ. പക്ഷെ ക്രിസ്ത്യാനോ ഇപ്പോൾ ഈ ബ്രസീലാവട്ടെ അർജന്റീന ആവട്ടെ ഈ ടീമിനൊക്കെ നമ്മൾ അതിൻ്റെ മുന്നേ അറിയാം. ഇപ്പം മെസ്സി വരുന്നതിൻ്റെ മുന്നേ നമ്മൾ അർജന്റീന അറിയും, ബ്രസീൽ ഇപ്പോൾ നെയ്മർ വരുന്നതിൻ്റെ മുന്നേ റൊണാൾഡീനോ അങ്ങനെ അറിയും. പക്ഷെ നമ്മൾ പോർച്ചുഗലിന് ഡീഗോ അങ്ങനെ ഇവരൊക്കെ വരുമ്പോൾ അറിയുന്ന ഫിഗോ ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ എന്നാൽ പോലും പോർച്ചുഗൽ എന്നൊരു ബ്രാൻഡ് വന്നത് അത് ഫിഗോ ഒന്നും കൊണ്ടുവന്ന സാധനം എന്നല്ല റൊണാൾഡോ കൊണ്ടുവന്നത്, അത് വേറെ സാധനം തന്നെയാണ്. അതെ അത് എനിക്ക് ഭയങ്കര അതുകൊണ്ടൊക്കെ തന്നെ ഭയങ്കര ഇൻസ്പിറേഷനാണ് മൂപ്പര്. തോറ്റു കൊടുക്കൂല എന്നുള്ള റൊണാൾഡോന്റെ വേണമെങ്കിൽ കോപ്പി ചെയ്യാം എല്ലാവർക്കും, നല്ല മെനക്കെട്ടാല് അവിടെ എത്താൻ പറ്റും എന്നുള്ള സാധനം. മെസ്സിന്റെ ചിലപ്പോ കോപ്പി ചെയ്യാൻ പറ്റില്ല അല്ലേ. മൂപ്പർക്ക് എന്താണ് ഇൻസ്പിറേഷനൊക്കെ പറ്റിയൊരു ആളാണ്. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ആള് ഭയങ്കര ഒരു ഇതാണ്. ആളതിനെ ഇപ്പോൾ ആള് എന്ത് ചെയ്താൽ ഇപ്പം മൂപ്പർ സെലിബ്രേഷൻ നമുക്ക് എല്ലാവരും പറയാം. ഒരു പ്ലെയർ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഫുട്ബോൾ എന്നല്ല, ആ പ്ലെയർ സെലിബ്രേഷൻ ക്രിക്കറ്റ് വരെ എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ വിക്കറ്റ് എടുക്കുമ്പോൾ തോന്നി വിരാട് കോഹ്ലി ആയിട്ട് ഇങ്ങനെ ക്രിസ്ത്യാനോ അതൊക്കെ അവരോടൊരു ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ്. സത്യം ഞാൻ യുണൈറ്റഡിൽ ഇട്ടിട്ട് റൊണാൾഡോന്റെ ഫാനാണ്, പണ്ട് യുണൈറ്റഡിന്റെ ഫാനായിരുന്നു. റൊണാൾഡോ പ്രൈം എന്തായിരുന്നു അന്ന് എല്ലാരും തർക്കത്തിൽ തന്നെയാണ് ആരാണെന്നുള്ളത്. അല്ലാതെ അന്നൊക്കെ ഒന്നും പറയാല്ല, അതൊക്കെ ടോപ്പ് ക്ലാസ് കളി. അന്ന് എല്ലാരും സംശയത്തിൽ തന്നെ നോക്കിയിരുന്നു. എന്നാലും നോക്കി നിങ്ങൾ മെസ്സി റൊണാൾഡോ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, കട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇപ്പൊ വയസ്സായോണ്ടാണ്. പിന്നെ ഇപ്പോഴും ആൾക്കാരൊക്കെ ഫീൽഡിൽ കളിക്കണില്ലേ, അതാണ് വലിയ. ഇപ്പോഴും ആ ഫീൽഡിൽ തന്നെ അതെ 39 വയസ്സായിട്ട് ഇപ്പോഴും കളിക്കുന്നുണ്ട്. അതിനെ വലിയ ഇതാ. നമുക്കൊക്കെ 39 വയസ്സായ എവിടെ പന്തട്ടം പോയിട്ടൊന്ന് നിൽക്കാൻ പോലും വയ്ക്കൂല. അതാണ്. നീ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കൂല, ചെറുപ്പത്തിലെ തടിയൊന്നുമില്ലല്ലോ. ചെറുപ്പത്തിലെ ഓട്ടോത്സവത്തിലൊക്കെ ഫസ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒരു 5-6 ക്ലാസ് 6 ക്ലാസ് വരെ ഞാൻ 100 മീറ്ററിലൊക്കെ 100 ഫസ്റ്റൊക്കെ ചെയ്തു. ഭക്ഷണം നല്ല കഴിച്ചിരുന്നു. ഞാൻ എൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്. പിള്ളേർ സമയത്തൊക്കെ എനിക്ക് ഇപ്പോൾ ഇവിടെ എവിടെയൊക്കെ ഏതൊക്കെ വിഭവങ്ങളുണ്ടൊക്കെ ഞാൻ പോയി കഴിക്കും. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ കോഴിക്കോട് പോയിട്ട് ഫുഡ് ചെയ്യും. അന്ന് അങ്ങനെ നിന്നു. ഇപ്പോൾ ഫുഡ് കഴിക്കൽ കുറച്ചു, ഫുള്ളായിട്ട് കുറച്ച്. ഇപ്പം അങ്ങനെ ഇതില്ല. ഇനി ഒരു 1 year ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ. ഓൾ ദ ബെസ്റ്റ്. പിന്നെ എന്താണ് കളി, മ്യൂസിക്, പാട്ട് പാടുക? പാട്ടൊന്നും പാടില്ല, എൻ്റെ വോയിസ് തന്നെ പറ്റില്ല. ഇപ്പം എനിക്കെൻ്റെ ഇപ്പോൾ ഓരോരുത്തർക്ക് ഇൻസെക്യൂരിറ്റി ആണ്. എനിക്കെൻ്റെ വോയിസ്, ഞാൻ ഒരാൾക്ക് റെക്കോർഡ് വിടൽ കുറവാണ്. റെക്കോർഡ് വിട്ടിട്ട് ഞാൻ ആ സൗണ്ട് കേൾക്കും എനിക്ക് എന്തോ പോലെ, ഞാൻ അത്രയും കംഫർട്ട് സോങ് കിട്ടിയാലേ ഞാൻ റെക്കോർഡ് വിടുള്ളൂ. ഞാൻ ഫുള്ള് ടെക്സ്റ്റ് അയക്കുക. അത്രയും കംഫർട്ട് സോങ് കിട്ടിയാൽ പിന്നെ ഞാൻ റെക്കോർഡ് വിടും, ഇല്ലെങ്കിൽ മടിയാണ്. ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഫെയിമൊക്കെ അതിന് ശേഷം ശരിക്കും എന്താണ് റിലേഷൻഷിപ്പിലാണോ? എനിക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ പറഞ്ഞാൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയ പേഴ്സണാണ്. ഇപ്പം എനിക്കെൻ്റെ ഫ്രണ്ട് സർക്കിളായാലും റിലേഷനിലായാലും ഞാൻ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ്. അതായത് ഇപ്പോൾ ഓർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഞാൻ ഭയങ്കര എഫേർട്ട് ഇടും. ഫ്രണ്ട് സർക്കിളാണെങ്കിലും ഭയങ്കര എഫേർട്ട് ഇടും. എഫേർട്ട് പറഞ്ഞാൽ പിന്നെ കാര്യം ഞാൻ പറഞ്ഞിട്ട് ഓരത് നോക്കും. ഇപ്പം റിലേഷനിൽ വരുമ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് റിലേഷൻ വന്ന സമയത്ത് എന്താ വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ 100% അത് കണ്ടു. അതായത് ഇപ്പോൾ ഓർക്ക്
ഞാൻ ഒരു ടോക്സിക് അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ടോക്സിക് ആണോ അല്ലെങ്കിൽ സീരിയസ് ആവരുത്, ലോയൽ ആവരുത്, അങ്ങനെയൊക്കെ എടുത്ത ആൾക്കാർക്കാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് കൂടുതൽ. അപ്പം ഞാനിങ്ങനെ എനിക്ക് ഈ തമാശക്ക് പ്രേമിക്കുക അല്ലെങ്കിൽ തമാശക്ക് ഒരു റിലേഷൻ നോക്കുക, ടൈം പാസ്, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഫസ്റ്റത്തെ റിലേഷൻ എന്നൊക്കെ വന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് സീരിയസ് ആയി എടുത്തു. ഞാൻ ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്ഡ് ആയി. അറ്റ് എ ടൈം ആൾക്ക് ചിലപ്പോൾ ഒഴിവാക്കാൻ അവൾക്ക് റീസൺ ഇല്ലാത്തൊരു പ്രശ്നം ചെയ്തു എന്നെ സംബന്ധിച്ച്. അവിടെ ബ്രേക്കപ്പായി. ഇപ്പം പിന്നെ എനിക്ക് ഒരു റിലേഷൻ കൂടി വന്നിരുന്നു. റിലേഷൻ വന്നിട്ട് ആ റിലേഷനിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുറേ പ്രശ്നമുണ്ട്, ഞാനിങ്ങനെ തമാശക്കുള്ള ഒരു ക്യാരക്ടറല്ല, എനിക്കിങ്ങനെ ദേഷ്യപ്പെടാൻ എനിക്ക് അറിയില്ല. ഇപ്പം ഞാനൊരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ 100% ലോയലേക്കാരം. ഇങ്ങനെ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് വേറെ അടുത്ത് പോവുക അല്ലെങ്കിൽ വേറെ ഒരു ഇത് അങ്ങനെ ടൈം പാസ് ഉള്ള സംഭവം എങ്കില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഫുള്ള് കൺവിൻസ് ചെയ്ത് മീൻസ് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഇപ്പോൾ ഈ ടൈമിൽ എനിക്ക് തോന്നുന്നു ഇവരും ഇതേപോലെ ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ നമ്മൾ അവോയ്ഡ് ചെയ്യണ പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം അതൊക്കെ തന്നെ. പിന്നെ ഫെയിം ആകുമ്പോൾ കൂടുതൽ ഇത് വരില്ലേ, പ്രഷർ മീൻസ് വരില്ലേ, ഇങ്ങനെ എന്നെ ഇഷ്ടപ്പെടുവാറുണ്ട് അങ്ങനെയൊക്കെ വരും. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് ഈ കാലഘട്ടത്തിലുള്ള ഈ കാലഘട്ടത്തിൽ റിലേഷൻഷിപ്പും ലവിലൊന്നും. ഇനിയിപ്പോൾ ഞാൻ പഴയ ആളായിട്ടാണ് നമുക്കറിയില്ല. ഈ കാലത്ത് ലവും റിലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ആൾക്കാർ ഇമോഷൻ വെച്ചിട്ടാണ് കുറേ ലവ് ഇതാക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഇത് ഫ്രൂട്ടിയിൽ ഇതെടുത്ത് മരിച്ചല്ലോ, കൊന്നല്ലോ, അതൊക്കെ ആ ചങ്ങായി അതിലെപ്പോഴും വോയിസ് റെക്കോർഡിൽ പറയുന്നുണ്ട് എന്നൊന്ന് നോക്ക് ഇത് കഴിഞ്ഞിട്ട് പോകുന്നത്. ഈ ആളുകൾ ഇമോഷൻ വെച്ച് കളിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അപ്പോൾ അവിടെ ഒരു ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇവർക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ അത് ഓപ്പണായി പറയാം, ഇറ്റ്സ് ഫൈൻ. ഓപ്പണായി പറയുമ്പോൾ ഓൾക്കൊരു സങ്കടം ഉണ്ടാവും. പക്ഷേ ഇത് ഓപ്പണായി പറയൂല, ഒരു ഗോസ്റ്റിംഗ് പരിപാടി. നമ്മളൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയാം. താല്പര്യം ഇല്ലെങ്കിൽ പോലും ചിലവരിങ്ങനെ നിൽക്കും. അതായത് ഓരോട് പറയൂല നമ്മളിഷ്ടമല്ല, നമ്മളുടെ അങ്ങോട്ട് പോയി പറയണം. അതുപോലെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ പല രീതിയിൽ നോക്കും. സമയം തരാതിരിക്കും, അവൈലബിലിറ്റി തരാതിരിക്കും, നമ്മളെ മെയിൻ ചെയ്യാതിരിക്കും. അപ്പോൾ നമ്മളെ പോയി പറയും എന്തെങ്കിലും നിൽക്കാത്ത അങ്ങനെ നോക്കാൻ ബ്രേക്ക്. ഇപ്പോഴത്തെ റിലേഷൻ അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ കാലഘട്ടത്തിൽ ഇത് പറയാം, ഇപ്പോൾ ഒരു റിലേഷനായി നിൽക്കണ തന്നെ, ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ റിലേഷനായി നിൽക്കുകയാണെങ്കിൽ തന്നെ ഓൾക്ക് റിലേഷൻ ഉണ്ടാവും. ഓള് വേറെ കുറേ പരിപാടി അങ്ങോട്ടും കണ്ട് വേറെ കുറേ ഫിസിക്കൽ, ഇപ്പോൾ 1 നൈറ്റ് സ്റ്റാൻഡ് അതിനൊക്കെ ഓരോ റെഡി ആക്കാറും. റിലേഷൻ വേറെയും അങ്ങനെ കുറേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചും കൂടി കൺഫ്യൂസ്ഡ് ആണല്ലേ ആൾക്കാർ. പിന്നെ ലവിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ എനിക്ക് ഇപ്പോൾ സീരിയസ് ലവ് ഉണ്ടോയെന്നൊക്കെ ഇതില്ല. ഇപ്പോഴത്തൊക്കെ ഇപ്പോൾ ലോയലാന്ന് പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇതാ, ഞാൻ ലോയലാന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. കാരണം ചീറ്റിംഗ് ഒക്കെ അത്രയും ഇതായിപ്പോയി. സിമ്പിളല്ലേ ഇപ്പോൾ ഇപ്പോൾ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ കറക്റ്റാണ്. ആളുകൾക്ക് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഞാൻ ഗേൾസിന് മാത്രം പറയായിട്ട് പറയല്ല. ഇപ്പോൾ ഗേൾസിനൊക്കെ എന്താ വെച്ചാൽ റിലേഷനായിട്ട് ഒരാളുണ്ട്, പിന്നെ വേറെ ആയിട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റിനൊക്കെ വേറെ ആൾക്കാർ, അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റിലെ ആൾക്കാരായി. അതതിന് കാലഘട്ടം മാറി ഇതൊക്കെ. പക്ഷെ ഇതിലൊക്കെ ചിലവർ ഇപ്പോൾ ഇന്ന പോലെ ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം, ചിലവർ ഇമോഷണലി അറ്റാച്ച്ഡ് ആവും. പിന്നെ പ്രശ്നം എന്താ, ഞാൻ ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്ഡ് ആവും. ഇമോഷണൽ അറ്റാച്ച്ഡ് ആയാൽ പിന്നെ ഇന്ന് നമുക്ക് അവിടെ കയറി കിട്ടൂല. ഇപ്പോൾ ഓരോരോ കാര്യം നോക്കി പോയാലും നമ്മളതിൽ സ്റ്റക്കാരം. നമ്മളെന്തിനാ നമ്മളോട് എന്തിനാ ഇങ്ങനെ ചെയ്ത്, നമ്മളടുത്ത് എന്ത് മിസ്റ്റേക്കാണ് ഉള്ളത്. അത് നമ്മളൊരു മിസ്റ്റേക്കും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മളോട് എന്തിനാ ചെയ്തത് എന്നുള്ള സംഭവം. അങ്ങനെയൊക്കെ ഒരു റിലേഷൻ്റെ കാര്യത്തിൽ അങ്ങനെ ഞാനൊന്നും പറയാൻ എനിക്കൊരു ഇപ്പോഴത്തെ റിലേഷനെ പറ്റി പറയാൻ എനിക്ക് അറിയില്ല. കാരണം എനിക്ക് വിശ്വാസം ഇല്ലാതായി പോയി. ഇപ്പോഴത്തെ ആളുകൾ ഇതും നല്ലോണം സംസാരിക്കുക എന്നുള്ളതാണ്. അതാണ്. പക്ഷേ സംസാരിച്ചാലും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എൻ്റെ കേസിലല്ലാതെ ഞാൻ ബാക്കിയുള്ള കേസിനെ പറഞ്ഞുതരാം. ഇപ്പോൾ നല്ലൊരു ചില കേസിന് കേസ് പറഞ്ഞില്ല. ഇപ്പോൾ ഒരു ഇപ്പം നിങ്ങൾ നല്ലൊരു പയ്യനാണ്, ഇപ്പം ഞാനൊരു ഗേളാണ്, ഇപ്പം എനിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നി, നിങ്ങൾ ഇഷ്ടം തോന്നിയപ്പോൾ ഓക്കെ അടിപൊളിയായി നിങ്ങൾ നല്ലതായിട്ട് പോവുക. ഇപ്പുറത്ത് വേറെ നല്ലൊരു പയ്യൻ വന്നു, നിങ്ങളെല്ലാവരും കുറേ ഫിനാൻഷ്യലി സ്റ്റേബിള് ഒക്കെ ആണെങ്കിൽ അവൾക്ക് അറ്റ് എ ടൈം ചിലപ്പോൾ മൈൻഡ് മാറും. ഞാനങ്ങനെ മൈൻഡ് മാറുന്നതൊക്കെ ഇങ്ങനെ കാണുക. പിന്നെ മോർ ദാൻ പൈസ ഉണ്ടെന്ന് കണ്ടാൽ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ബെറ്റർ ആളുകൾ കണ്ടാൽ പോവും. പിന്നെ അതേമാതിരി ഇപ്പോഴത്തെ ഗേൾസിനൊക്കെ ഉള്ളൊരു പേടി എന്താ പറയുക, ഇപ്പോഴത്തെ ഗേൾസ് നല്ല ബോയ്സിനും ഉണ്ടാവും കേട്ടോ. അത് ഇവർ സീരിയസ് ആവുമോ, ഇവർ എന്നിട്ട് ലോയലാവുമോ, ഇവർ സീരിയസ് ആണോ, ഇപ്പോഴത്തെ കാലത്തായിട്ട് സീരിയസ് ലവിനെ കിട്ടാൻ ഭയങ്കര ടാസ്ക്കാണ്.
നിങ്ങൾ തമാശക്കാണോ, നിങ്ങളെ മൈൻഡ് സെറ്റ് തമാശക്കാണോ, അതായത് അവരുടെ തമാശക്ക് ഒരു കുട്ടിയെ നോക്കാനാണോ, അങ്ങനെയാണെങ്കിൽ 100-110 ഗേൾസ് റെഡിയാണ്. നമ്മൾ സീരിയസ് ആവരുത്. നമ്മൾ സീരിയസ് ആയി കണ്ടാൽ ഗേൾസ് പേടിയാവും. ഇവൻ സീരിയസ് ആയല്ലോ, ഇപ്പം എന്താ ചെങ്ങായി ഫുൾ ലോയലാണല്ലോ എന്നുള്ള മൈൻഡ് സെറ്റ് എത്തി. കാരണം അത്രയും വൈഡാണ് ആൾക്കാർ. ആൾക്കാർ സീരിയസ് ആവണമെന്ന് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇഷ്ടമല്ലാതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ആൾക്കാർ സ്ട്രഗിൾ ചെയ്യാണല്ലോ, ഭയങ്കര സ്ട്രഗിൾ ചെയ്യുക. അപ്പൊ ശരിക്കും എന്താണ് അവരുടെ അടുത്ത് പോയി സംസാരിക്കാൻ തന്നെയുള്ള ഗ്യാപ്പ് പോവാണല്ലേ. അതെ, അവിടെ വരെ കട്ട് വരുന്നുണ്ടല്ലോ. പോയി മിണ്ടാൻ വരെ നമ്മള് മാറി നിൽക്കുമല്ലോ അല്ലേ. പിന്നെ ദാറ്റ്സ് ഇറ്റ്. പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങൾ? നാട്ടിലെന്താ അവസ്ഥ? നാട്ടിലെന്താ ഉഷാറായിട്ട് പോണേ. ഈ മഞ്ചേരി എന്നാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. മലപ്പുറത്തുനിന്ന് ഇത്ര ഫേമസ് ആയിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ട് പറഞ്ഞപ്പോൾ അതെല്ലാവർക്കും ഉള്ള ഒരു ഇതാ. അയ്യോ, എന്നോട് ഇതുവരെ കോഴിക്കോട് നിന്ന് വെച്ചിട്ട് ഹായ് ബ്രോ വേറെ ഒരു ഫ്രം എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മലയാളാണ്. ആണോ, ഞങ്ങൾ കരുതി നിങ്ങൾ പുറത്താണ്, നിങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ കളിക്കണമെന്ന് പറഞ്ഞു മലയാളം. പിന്നെ പൊതുവെ എല്ലാവരും വിചാരം ഞാൻ കൊച്ചിന്നാ, എറണാകുളം ബേസിലാണ്. മഞ്ചേരിയുള്ളത് എന്നൊക്കെ ചോദിക്കും. മഞ്ചേരി പാടില്ലേ, അതെ മലപ്പുറത്ത് നിന്നുള്ളതൊക്കെ ചോദിക്കും. ഇത് വലിയതുണ്ടാവുമ്പോ ഫുള്ളൊക്കെ കൊച്ചി കൊണ്ടുപോകും. കൊച്ചി ഇപ്പൊ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ മലയാളീസ് റാപ്പേഴ്സ് കൂടുതലും നമ്മൾ മലപ്പുറത്താണ്. നല്ല പാട്ട്, നല്ല ഏറ്റവും കൂടുതൽ കഴിവുള്ള ഏരിയസ് ഒക്കെ നമ്മൾ മലപ്പുറത്താണ്. പക്ഷെ ആളുകൾ മലപ്പുറത്ത് ഞങ്ങൾ ചെയ്ത് എറണാകുളമാണ്. പല പോയിന്റിലൊക്കെ എറണാകുളം മാത്രമാണ് കഴിവുള്ളവര്. മലപ്പുറത്തോട്ട് കുട്ടികളെ അതെ ഇവിടെയുള്ള ആൾക്കാര് ഇവിടെ നോക്കാനാണ്. അങ്ങനല്ലേ നമ്മള് എത്തുന്നേ ഉള്ളൂ. അതെ അതെ എത്രേ ഉള്ളൂ. ശരിക്കുള്ള പേര്? എൻ്റെ ശരിക്കുള്ള പേര് മുഹമ്മദ് ബാസിൽ. മുഹമ്മദ് ബാസിൽ എന്നാണല്ലേ. ഓക്കെ 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 മുഹമ്മദ് ബാസിൽ. ഇപ്പോഴാണ് ഞാൻ പേര് അത് മാത്രം ഉണ്ടായിരുന്നത്. ബാസിൽ എല്ലാവരും വിളിക്കുക. പിന്നെ ബൈസി ഞാനാണ് കുട്ടിയാ. ബൈസി വെറുതെ എടുത്താ അല്ല, നമ്മള് പണ്ട് മറ്റേ ഫേസ്ബുക്ക് നെയിമൊക്കെ ഇടുവല്ലോ. ഫേസ്ബുക്ക് നെയിമൊക്കെ ഇട്ടപ്പോൾ ഫസ്റ്റ് ആ ടൈം ഇപ്പൊ ഓർമ്മയുണ്ട്. ഞാൻ 6th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴുണ്ട് എൻ്റെ ഫേസ്ബുക്ക് നെയിം സൂപ്പർ ബാസി നേരും. എന്ത് ഫേസ്ബുക്ക് നെയിമാണ് കണക്കെ. എനിക്ക് എന്ത് പോറില്ല. പിന്നെ ഈ ബൈസി കിട്ടിയത് ഞാൻ വേറെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ബൈസി എന്നൊരു പേരിട്ട്. അപ്പം എങ്ങനെ ബൈസി ഓൻ്റെ ബൈസി എടുക്കുക, അതിൻ്റെ ബാസി പേര് തെറ്റ് ബൈസി ബാസിനായിട്ട്. അന്നൊക്കെ ഫേസ്ബുക്കാരല്ല, മുട്ടയൊക്കെ മറ്റേ ഓയിൽ പെയിന്റ് ഒക്കെ ചെയ്ത് കണ്ണട തിളക്കം കൂട്ടി, അതൊക്കെ അന്നത്തെ കാലം. ഫസ്റ്റ് 201 വീഡിയോസ് ടിക്ടോക്കില് ടൈമിലൊക്കെ എനിക്ക് ആ വിശ്വാസം വെച്ചിട്ട് തന്നെയാണോ ഇട്ടിരുന്നത്, അതോ ഫണ്ണിനായിരുന്നു, അതോ കത്തുന്നുള്ള? ഞാൻ ഫണ്ണിനായിരുന്നു, എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു ഈ ഡാൻസ് കളിച്ചപ്പോൾ ഇതിനോട് കൂടി ഇവരിങ്ങനെ നെഗറ്റീവ് പറഞ്ഞു. പിന്നെ എനിക്ക് എന്തായാലും കയറുന്ന നിർബന്ധം, എനിക്കൊരു വാശി വന്നു. എന്താ എനിക്ക് ഡാൻസ് അറിയാലോ, എന്തായാലും പഠിക്കണം, ബെറ്റർ ആണെന്നുള്ളതിൽ. ഇപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ ആളുകളൊന്നും അങ്ങനെ ബോഡി ഷേമിംഗ് ഒന്നും ഇപ്പം കിട്ടില്ല. ഇപ്പം അടാ നീ മറ്റേ കന്നഡ മൂവിയിലൊക്കെ തെലുങ്ക് മൂവിയിൽ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ചിരഞ്ജീവിന്റെ. അതേപോലെ നമ്മളെ അതിന്റെ അനുഭവം പറ. അവിടെ പോയോ? അവിടെ പോയിരുന്നു. അവിടെ ഷൂട്ടിങ് നടക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ തെലുങ്ക് ഇൻഡസ്ട്രി ചെയ്യാൻ പോയ സമയത്ത് എനിക്ക് വേറൊരു അനുഭവം ആയിരുന്നു. കാരണം നമ്മൾ ഇവിടുന്ന് പോവല്ലേ, അവിടെ എന്നെ ട്രീറ്റ് ചെയ്തത് നമ്മൾ ഇവിടുത്തെ ഒരു ആക്ടറൊക്കെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ക്യാരവാൻ, പിന്നെ രാവിലെ വന്നിട്ട് സർ വാട്ട് യു വാണ്ട് എന്നൊക്കെ ചോദിക്കും. ഞാൻ ഇത് അത്രയും ഒരു ഇവിടുത്തെ പല ആക്ടേഴ്സും അവിടെ പോകാനുള്ള കാരണം അതാ. അവിടെ നമ്മൾ വിചാരിക്കണ ഒരു ലെവലേ അല്ല. ഇപ്പം ഞാനവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഷൂട്ടിന് മാത്രം ഇറങ്ങി പോയാൽ മതി. അതുവരെ എനിക്ക് കയറുവാൻ. അപ്പം എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എനിക്കവിടെ പറഞ്ഞാൽ 2 ആളുകളുണ്ടാവും. സർ വാട്ട് യു വാണ്ട്, ഉച്ചക്ക് ഇത് ഓക്കെ അല്ലേ, ഇതാക്കല്ലേ. പിന്നെ ഞാൻ റൂമിൽ പോയി കഴിഞ്ഞാൽ റൂമിൽ എന്ത് വേണ്ട ഫുഡ് പറയാം. എന്താ നമ്മളൊരു ആർട്ടിസ്റ്റ് മറ്റേ നമ്മളെ പീക്ക് ലെവലിൽ ഇതായും ട്രീറ്റ് ചെയ്യും. പിന്നെ അവിടുത്തെ ഡയറക്ടർ സാർ പറഞ്ഞ മെഹർ രമേശ് സാർ എന്ന് പറയും. മൂപ്പരൊക്കെ എന്നെ ട്രീറ്റ് ചെയ്ത രീതി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എനിക്കതൊന്നും അറിയില്ല. എൻ്റെ ഫസ്റ്റ് ഞാനാകെ ഈ ടിക്ടോക്ക് ചെയ്യണ അനുഭവം വെച്ച് ഇൻസ്റ്റാഗ്രാം 2 വീഡിയോസ് കണ്ടിട്ട് മെസ്സേജ് അയച്ചു. എന്നിട്ട് ഞാൻ മൂപ്പരെ കണ്ടു ഫസ്റ്റ്. ഇങ്ങോട്ട് മൂപ്പര ബാസി യു ഗോ ഹൗ ഈസ് ദാറ്റ് ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരിൻ്റെ ഒരു ബ്രദറെ പോലെ തന്നെ ടേക്ക് ചെയ്തില്ല. കാരണം എനിക്കിങ്ങനെ കാണിച്ചു തന്നെ, അങ്ങനെ ഉണ്ട് ഇഷ്ടമായോ, ഇതൊക്കെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നത്.
ഭയങ്കര രസമായിരുന്നത്, ഭയങ്കര അനുഭവമായിരുന്നു നമ്മൾ ട്രീറ്റ് ചെയ്ത രീതി. പിന്നെ മലയാളത്തിൽ ഞാൻ കൽബ് മൂവിയിൽ സാജിദ്ക്ക എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് കൽബ് മൂവി ഷൂട്ട് തുടങ്ങിയിട്ട് ഒരു 1.5 വർഷം മുന്നേ തന്നെ ഷാജിക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ക്യാരക്ടർ ഉണ്ട് ആൾക്ക് എന്നാ പേര്, നമുക്ക് ഉഷാറൊക്കെ അടിച്ചു പൊളിക്കാൻ കാരണം. ഷൂട്ടിൻ്റെ അടുത്ത് പോയി ത്രൂ ഔട്ട് ക്യാരക്ടർ ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അവിടെ ഷൂട്ടിങ് തുടങ്ങി കുറച്ച് ദിവസത്തിനാൾ എൻ്റെ കാലിന് പരിക്കായി. കാലിന് കുറച്ച് സീരിയസ് പരിക്കായി. അപ്പോൾ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്ക് ആകെ ഒരു സോങ്സ് പോഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. അത് മിസ്സായി. ഇപ്പോൾ രണ്ട് മൂന്ന് പ്രൊജക്റ്റ് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അല്ല ചിലപ്പോൾ കാലിന് ആക്സിഡൻറ്റ് പറ്റിയത്. ആക്സിഡൻറ്റ് പറ്റിയിട്ട് കുറച്ച് സീരിയസ് ആയിരുന്നു. അത് കാലിൻ്റെ എല്ലൊക്കെ കണ്ടിരുന്നു. വണ്ടി ജീപ്പ് പറഞ്ഞു ഫേസും കാലൊക്കെ ഭയങ്കര പരിക്കുന്നു. ഫേസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സോംബികളെ പോലൊക്കെ ആയിരുന്നു. പക്ഷേ അതും അൽഹംദുലില്ല പഠിച്ചവൻ്റെ ഒരു ഇതായിട്ട് പറയട്ടെ, ഞാൻ ഒന്നും ചെയ്തിട്ടോ ഒന്നും ചെയ്യാതെ തന്നെ ഫേസൊക്കെ നല്ല മാറി. അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു ഇനി ഫേസ് ഫുള്ള് ഇവിടെയൊക്കെ ചുണ്ടൊക്കെ ഇങ്ങനെയും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഒന്നും ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ തന്നെ അത് സ്ലോലി ആണ് മാറി. അൽഹംദുലില്ല പഠിച്ചോണ്ട് ഇപ്പോഴും കാര്യം നന്ദിയുണ്ട്. അതല്ല വെറുതെ മാറി. പിന്നെ കാൽമത് ഇപ്പോഴും ഏകദേശം മാറുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ ഈ ഡാൻസ് കളിക്കുന്ന സമയത്തൊക്കെ എനിക്കന്ന് ഭയങ്കരമായിട്ട് പരിക്കാം. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ഞാനെൻ്റെ മുറി വെച്ചിട്ട് ഡാൻസ് കളിക്കണ് ആ സംഭവം ഈ പെയിൻ ഉണ്ടായിട്ട് തന്നെ ഡാൻസ് കളിക്കും. അതൊക്കെ അങ്ങനെ എഫേർട്ട് ഇട്ടിരുന്നു. പക്ഷെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സെൻറ്റിമെൻറ്റ്സിൽ പിടിച്ചിട്ട് ഒരു ആർട്ടിസ്റ്റ് ആവണില്ലായിരുന്നു നല്ലത്, നമ്മൾ ടാലൻറ്റ് ഫോക്കസ് ചെയ്തിട്ട് ആർട്ടിസ്റ്റ് ആവണമാണ് നല്ലത്. ഞാനത് കരുതി. കാരണം ഇപ്പം നമുക്ക് മുറിവുണ്ട് അല്ലെങ്കിൽ നമുക്ക് കാലുകൊണ്ട് വയ്യ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ടാലൻറ്റ് ഇപ്പം എങ്ങനെ പറയാം, എനിക്ക് മുറിവുണ്ട് അങ്ങനെ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ലൈക്ക് കിട്ടും. പക്ഷെ അതൊരു സിമ്പതി ലൈക്കാണ്, അല്ലെങ്കിൽ സിമ്പതിൻ്റെ പേരിൽ വൈറലാവാണ്. അതല്ല നമുക്ക് വേണ്ടത്. ഞാൻ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ പാനിട്ട് കളിക്കാം, മുറിവുണ്ടെന്ന് ആൾക്കാർ അറിയരുത്. എന്നിട്ട് ഈ ഡാൻസ് ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ വരട്ടെ എന്നുള്ള പറയുന്നതുകൊണ്ട് അങ്ങനെ മറ്റേത് ചില ഒന്നില് മാത്രം നിൽക്കുള്ളൂ, ആ ഒരു സാധനം മാത്രമേ കേറുള്ളൂ. അങ്ങനെ അതല്ല നമുക്ക് വേണ്ട. അടിപൊളി ഡാൻസിലെ തടി വെച്ച് കളിക്കണ്ടല്ലേ, അതാണ്. അതാണ്. അപ്പോൾ മൂവീസിലേക്ക് വിളികൾ വരുന്നുണ്ട്. നീ ഇൻട്രസ്റ്റഡ് ആവുമല്ലോ, നീ ഭയങ്കര മൂവി ഫാൻ ആയതുകൊണ്ട് താല്പര്യം ഉണ്ടാവല്ലോ. എനിക്ക് ആദ്യമൊന്നും താല്പര്യമൊന്നുമില്ലായിരുന്നു. മീൻസ് കുറേ 2-3 വർഷം സംസാരിച്ചപ്പോഴും ഞാൻ എത്തുമ്പോൾ മൂവി പോയിട്ട് അങ്ങനെ. പക്ഷെ ഇപ്പൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നുള്ള സാധനമായി. പിന്നെ ഞാൻ മൂവിക്ക് കുറേ റെഫറൻസ് ഒക്കെ നോക്കി വെക്കുമ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇനി ചെയ്യണം എന്നുള്ള ഇതായി. ആക്ടിങ് ശരിക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്കില്ല. എനിക്കൊരു ആക്ടിങ് ഇൻഷാല്ലാ എനിക്ക് കിട്ടിയാലൊക്കെ ചെയ്യും എന്നൊക്കെ ഒരു ധൈര്യമൊക്കെ ഉണ്ട്. ഈ ഫസ്റ്റ് തുടങ്ങിയത് അങ്ങനല്ലേ. അപ്പം അതുകൊണ്ടൊക്കെ ഒരു കുറവൊന്നുമില്ല, പേടി അങ്ങനത്തെ സംഭവം. ഇൻഷാല്ലാ നോക്കുക, മൂവിയിൽ കാണാം. ഇൻഷാല്ലാ വരും. 2026 ഇൻഷാല്ലാ വരട്ടെ. ഇനി മൂവിയിൽ അങ്ങനെ വരട്ടെ. വൈദഹലിനോട്ടിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. Thank you for coming and thank you for all the best for your future ventures. And നമ്മൾ ഇനിയും കാണും. ഇനിയും നമുക്ക് പോഡ്കാസ്റ്റ് ഒരു വൈദഹലിനോട്ട് വൈദഹലിനോട്ട്